ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ സമൂഹത്തിൽ നീ ഒരുപാട് നാറി. എന്താ ആദ്യമായിട്ട് കേൾക്കുന്നൂല്ലേ? പക്ഷെ നീ നാറി അത്ര ഇല്ലെങ്കിലും നമുക്കതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണോ? ജയ് ജവാൻ ജയ് കിസാൻ. ഇതേത് വൈബന്റെ ഈശ്വര? നീ ഇത് കണ്ടോ? വെള്ളാറട ഗ്രാമപഞ്ചായത്തിൽ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് 100 തവണ കയറി ഇറങ്ങിയ യുവാവസ്ഥനം ഒന്നും നടക്കാത്തപ്പോൾ ആ ഓഫീസ് കത്തിച്ചു. പിറ്റേന്ന് മന്ത്രിമാർ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അവന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തു. അതൊക്കെ അനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നീ തീയിടണം. എവിടാ? KSRTC. തീയിടാനോ? ജസ്റ്റ് ഒന്ന് തീപ്പിടി ഉറച്ചിട്ട് കൊടുത്തായി. ബാക്കിയെല്ലാം കത്തിക്കയറുകളും പഴയ സാധനങ്ങളല്ലേ. അത് കത്തിക്കോളും. അത് പക്ഷെ വലിയ പ്രശ്നമാവൂടാ. പ്രശ്നമാവണം. എടാ, എന്നിട്ട് നീ പോലീസുകാരോടും മന്ത്രിമാരോടും പറയണം, അവർ നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തേരും, ഒപ്പിട്ടേരും, ഹോട്ടലിൽ പൂട്ടിക്കും. എന്താ? എങ്കിൽ ഒരു യുദ്ധത്തിനായി നീ തയ്യാറെടുത്തോളൂ വൈശാഖ. എപ്പോഴേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? സ്റ്റോപ്പ്. സർക്കാർ വണ്ടിയാ, ഞാൻ മറന്നുപോയി. ലാസ്റ്റ് ചാൻസ് ആണിത്. ഞാൻ പറഞ്ഞ മാഡത്തിന് ചെയ്യാൻ പറ്റുമോ? അണ്ണാക്കി പിരിയോട്ടിയോട്ട് ഇങ്ങനെ ഇരുന്നോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാട്ടാ. കാണിച്ചാൽ ഞാൻ ശരിയാക്കി തരട്ടാ. വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ. സന്തോഷമായില്ലേ? എനിക്കെന്താ സന്തോഷം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഇത് പോയപ്പോൾ എനിക്കല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആഹാ, നിങ്ങൾ പരിമിതി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ ചെയ്യണ്ടെന്നേ എനിക്കറിയാട്ടാ. അവളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്നേക്കണേ. എടാ നേരെ ചൊവ്വ പണിയടാ. ഓ സുരേഷ്, നമുക്ക് ചായ കുടിക്കാം. നീ പറഞ്ഞേ ചായ കുടിക്കാൻ. പിന്നെ ഞാൻ ഇല്ലാതെ എങ്ങനെ പോകും? എടാ ഇതുകൊണ്ട് ഇട്ടിട്ട് പാടാ. അതൊക്കെ പിന്നെ ഇട്ടാ എന്തോന്നാണ് ഇത്? ഇന്നത്തെ പൈസ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇന്നലത്തെ ഞാനല്ലേ കൊടുത്തത്? പിന്നെ കൊടുക്കാൻ മടിയെന്ത്? ഇന്നും കൂടെ ഞാൻ കൊടുക്കും. പിന്നെ നാളെ ചായ പത്രം കുടിച്ചാൽ പറയട്ടെ. പൊറോട്ട ഇറച്ചി കൂടി കഴിച്ചാൽ നല്ലതായിരിക്കും. നാളെ മുതൽ നീ കൊടുക്കണം കേട്ടോ. മതി, താല്പര്യം. എൻ്റെ പേര് വിനോദ്. ടൗൺ പ്ലാനിംഗ് ബോർഡ് ഓഫീസിലാണ് ജോലി. മാവേലിക്കരയാണ് സ്വദേശം. അച്ഛൻ്റെ പേര് പ്രശാന്തൻ, അമ്മയുടെ പേര് ശാരിക. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ടോളൂ. വിനോദിനോട് കളിക്കില്ലേ കേട്ടോ. CCTV.